ഇതമാർഷം പ്രമാണം ച യേ യജാമഹ ഇത്യപി തസ്മാത് ശീലം പ്രധാനേഷ്ടം വിദുര്യേ തത്വദർശിനഃ. ഈ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ നന്നാവണം എന്ന് വിചാരിച്ച് പല സംഗതികളും നല്ല കുടുംബങ്ങളിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ശാസ്ത്രങ്ങൾ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗർഭാധാനത്തിന് മുൻപ് തന്നെ നല്ല കുട്ടി ജനിക്കണം എന്നുണ്ടെങ്കിൽ ആ കുട്ടി എങ്ങനത്തെ കുട്ടിയാവണം എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരാഴ്ചയോ 2 ആഴ്ചയോ നിങ്ങൾ ഒരു തപസ് പോലെ ഇരിക്കണം. ശബരിമലയ്ക്കൊക്കെ പോകണില്ലേ, ബ്രഹ്മചര്യമടക്കം അനുഷ്ഠിച്ച്. അതേപോലെ കല്യാണം കഴിച്ച് ഞാൻ ഒരു സന്താനം അതിന് പുറപ്പെടുകയാണ്. അപ്പോൾ പുറപ്പെടുന്ന സമയത്ത് എൻ്റെ ദേഹത്തിൽ നിന്നാണ് ഈ സന്താനം ജനിക്കാൻ പോണത്. അപ്പോൾ എൻ്റെ ദേഹം, എൻ്റെ മനസ്സ് എങ്ങനെയുണ്ടോ അതിൻ്റെ ഒരു സാമ്പിളായിട്ടാണ് ഈ സ്പേം അവിടെ ചെന്ന് തൊടുത്തു വിടാൻ പോണത്. അപ്പോൾ ഒരാഴ്ച 15 ദിവസം അതിനെക്കുറിച്ച് ആലോചിക്കുക. അതേ, എൻ്റെ ശരീരത്തിൽ നിന്നൊരു ബീജം ഭാര്യയുടെ ഗർഭകോശത്തിൽ പ്രവേശിച്ച് അത് ഗർഭമായി വളർന്ന് 8-9 മാസം കഴിഞ്ഞ് പ്രസവിക്കാൻ പോവുക ഒരു പുതിയ കുഞ്ഞ്. ഇപ്പോൾ നമ്മൾ 2 പേരേ ഉള്ളൂ, മൂന്നാമതൊരാൾക്ക് ജന്മം നൽകുകയാണ്. അപ്പോൾ ബ്രഹ്മാവ് ലോകത്തെ സൃഷ്ടിച്ചതുപോലെയുള്ള ഒരു ചുമതലാബോധം, ഒരു ഉത്തരവാദിത്തം നമുക്ക് വേണം എന്ന് വിചാരിച്ച് നിങ്ങൾ ആ പ്രക്രിയയെക്കുറിച്ചൊന്ന് ആലോചിക്കും. ഗർഭാധാനം, ധാനം, ആധാനം, ആധാനം, അത് ഒരു സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞു ആ കാര്യം. ആ ഒരു സെക്കൻഡിന് എത്ര നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം എന്ന് നിങ്ങൾ വിചാരിക്കണം. ശാരീരിക സമ്പർക്കമാണല്ലോ ഈ നടക്കാൻ പോകുന്നത്. പക്ഷേ അത് ശാരീരിക സമ്പർക്കമല്ല. ആ കുട്ടിക്കൊരു മനസ്സ് വേണം, ഒരു ബുദ്ധി വേണം, ഒരഹങ്കാരം വേണം. അതിന് അംഗവൈകല്യങ്ങളില്ലാതെ ശരീരത്തിൽ നിന്ന് അംഗങ്ങളൊക്കെ വരും, സ്വഭാവം വരുമോ പറയാൻ പറ്റില്ല. അപ്പോൾ ആ കുട്ടിക്ക് നല്ല ഗുണം, നല്ല ശീലം എല്ലാം നന്നാവണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കൂ. ഒരാഴ്ച 15 ദിവസം മുഴുവനും, നാൾ മുഴുവനും നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റില്ല. തൊഴിലുണ്ടാവും, പ്രവൃത്തി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതിനെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി ആണായാലും പെണ്ണായാലും അതിന് അംഗവൈകല്യങ്ങളൊന്നും ഉണ്ടാവരുത്. നല്ല അംഗസൗഷ്ഠവം വേണം, അംഗസൗഷ്ഠവം വേണം. അതോടുകൂടി മനസ്സ് നന്നാവണം. എങ്ങനത്തെ മനസ്സാന്ന് നിങ്ങൾ ആലോചിക്കൂ. കുട്ടിക്ക് എന്ത് മനസ്സ്, എങ്ങനത്തെ മനസ്സാണ് വേണ്ടത്? മനസ്സിൽ നല്ല നല്ല വിചാരങ്ങൾ വരണം, ചീത്ത വിചാരങ്ങൾ വരരുത്. എന്ത് കണ്ടാലും പരിഭ്രമിക്കരുത്, ചാടി വീഴരുത്, മോഹിക്കരുത്. ആശ അസ്ഥാനത്താണ്, അത്യാർത്തി ഒരിക്കലും പാടില്ല. ക്ഷമ വേണം. കാട്ടിയത് കണ്ട് കഴിവുമ്പോൾ കയറുക എന്നൊരു സ്വഭാവമാവരുത്. അപ്പം നല്ല ഇരുത്തത്തോടു കൂടിയുള്ള കുട്ടികൾ വേണം. ഇരുത്തം എന്ന് പറഞ്ഞാൽ വലിയൊരു ഗുണമാണത്. കമ്പോഷർ, ഒരു സെൽഫ് സീറ്റഡ്നെസ് എന്നൊക്കെയാണ് അതിനെ പറയേണ്ടത്. അപ്പോൾ ഈ വക കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കൂ. ഇത് തൊടുത്തുവിടാൻ എന്താ വഴി, എപ്പോഴാ വഴി? ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കൂടി പോയി അത് ഗർഭാശയത്തിൽ പ്രവേശിച്ച് രൂപപ്പെടുകയാണ്. നിങ്ങൾ വിചാരിച്ചതൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ സ്പന്ദനങ്ങളായി എല്ലാ സ്ഥലത്തും അതിങ്ങനെ വ്യാപിക്കും, വായുവും വെള്ളവും പോലെ. അപ്പം അങ്ങനെ ഒരു കണ്ണടച്ചിരുന്ന് കുറേ നേരം ഗർഭാധാനത്തിന് പുറപ്പെടുകയാണ് ഞാൻ, ആ കുട്ടി നന്നാവണമല്ലോ എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ആലോചിക്കുക. അതൊരു വലിയ തയ്യാറെടുപ്പാണ് ഗർഭാധാനം. അത് കഴിഞ്ഞാലോ, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗർഭമായിരിക്കുന്ന സമയത്ത് ചില പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞാലോ, പ്രസവിച്ച ഉടനെ നമുക്ക് ജാതകർമ്മം എന്ന് പറഞ്ഞിട്ടൊരു അനുഷ്ഠാനമുണ്ട്. ജാതകർമ്മം ആരും അത് ചെയ്യാറില്ല. പേരിടുമ്പോഴാണ് അത് ചെയ്യുക, 12-ാം ദിവസവും മറ്റും. ജനിച്ച ഉടനെ ചെയ്യേണ്ടതാ. ജനിച്ച ഉടനെ എപ്പോൾ ചെയ്യണം? പ്രാങ്നാഭിവർദ്ധനാത് പുംസോ ജാതകർമ്മ വിധീയതേ തത്രാസ്യ മാതാ സാവിത്രി പിതാ ത്വാചാര്യ ഉച്യതേ. പ്രാങ്നാഭിവർദ്ധനാത് പുംസോ ജാതകർമ്മ വിധീയതേ മന്ത്രവത് പ്രാശനം ചാസ്യ ഹിരണ്യമധുസർപ്പിഷാം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കേൾക്കെങ്കിലും ചെയ്യും. ഇന്നല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞ് ഈ അനുഷ്ഠാനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് രണ്ടാമതും തുടർന്നു വരും. അങ്ങനെയാണല്ലോ. ഇപ്പോൾ പഴയതൊക്കെ പോയി പുതിയതിലേക്കാ ഭ്രമം. കുറേ കഴിഞ്ഞാലോ ഈ പുതിയതിനോടുള്ള ഭ്രമം തീരും. ഗൾഫിൽ ഉദ്യോഗം കിട്ടി പോയ കാലത്ത് ഇവിടെ വരുന്ന കുട്ടികൾക്കൊക്കെ പേര് സുജു, മുജു, കുജു, ബുജു, ഷിജു ഇങ്ങനെയായിരുന്നു.
ഇപ്പം അതേ കുട്ടികൾക്കൊക്കെ പേര് മാറ്റി എന്തൊക്കെ പേരാടണേ? പ്രഹ്ലാദൻ, ഗൗതമൻ, പ്രബോധൻ, സംവിത്ത്, എന്തൊക്കെ പേരാപ്പെടണേ? ആ ഭ്രമം അങ്ങോട്ട് പോയി. മനുഷ്യനെ എപ്പോഴും അങ്ങനെയാണല്ലോ, ഭ്രമം നിൽക്കില്ലല്ലോ. അപ്പോൾ പ്രാങ്നാഭിവർദ്ധനാത് പുംസോ, പ്രസവിച്ചു കഴിഞ്ഞാൽ അമ്മയും കുട്ടിയും കൂടി ഒന്നാക്കി നിർത്തിയിരുന്നത് പൊക്കിൾക്കൊടിയാണ്. ഇപ്പം ആ കുട്ടി വേറെ ആവാൻ പോവുക. അപ്പോൾ ആ പൊക്കിൾക്കൊടി മുറിക്കാതെ പറ്റില്ല. ആ പൊക്കിൾക്കൊടി മുറിക്കുന്നത് പ്രാങ്നാഭിവർദ്ധനാത്, അതിനു മുൻപേ ജാതകർമ്മ വിധീയതേ. ജാതം എന്ന് പറഞ്ഞാൽ ജനിച്ചു. ഒരു കുട്ടി അങ്ങോട്ട് ജനിച്ച് ഭൂസ്പർശം കഴിഞ്ഞാൽ ഉടനെ നടത്തേണ്ടതാണ് ജാതകർമ്മം. ആ ജാതകർമ്മം നടത്തുന്ന സമയത്ത് മന്ത്രങ്ങൾ പറയുന്നത് എന്താ? തത്രാസ്യ മാതാ സാവിത്രി പിതാതു ആചാര്യ ഉച്യതേ. ആ സമയത്ത് ആ കുട്ടിയുടെ അമ്മയെ സാവിത്രിയായും അച്ഛനെ ആചാര്യനായിട്ടുമാണ് അത്രേ കണക്കാക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ ഒരുപോലെ അമ്മ സാവിത്രിയും പിതാവ് അച്ഛൻ ആചാര്യനുമായാൽ അപ്പോൾ കുട്ടികൾക്ക് സമത്വം വരേണ്ടതല്ലേ? കർമ്മം കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സമാനമായ കർമ്മം ചെയ്തു. കർമ്മം ചെയ്തപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഒരേ ഗുണശീലം ഉണ്ടാവണ്ടേ? മന്ത്രവത് പ്രാശനം ചാസ്യ ഹിരണ്യ മധുസർപ്പിഷാം. എല്ലാ ശിശുക്കൾക്കും ബ്രാഹ്മണത്വം നൽകുന്നതാണ് ഈ ജാതകർമ്മം. അപ്പം ജാതകർമ്മം നടത്തിയാൽ ബ്രാഹ്മണത്വം സിദ്ധമായി എന്ന് പറയാമല്ലോ. മേധാജനനം, ബുദ്ധി നൽകൽ. ആ ജനിച്ച കുട്ടിക്ക് നല്ല ബുദ്ധി ഉണ്ടാവണം. അതിനുവേണ്ടി എന്ത് ചെയ്യണു? ഗർഭാശയത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പ്രവേശിക്കാനും പറ്റില്ല. അമ്മ ഭക്ഷണം കഴിക്കണം. അമ്മയുടെ ശരീരത്തിൽ നിന്നുള്ള രക്തമെടുത്താണ് കുട്ടി വളരുന്നത്. അമ്മയ്ക്കൊരു കൺട്രോളും ഇല്ല, അച്ഛന് തീരെയില്ല. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമുക്ക് ആ കുട്ടിക്ക് എന്ത് ഭക്ഷണം വേണമെങ്കിൽ കൊടുക്കാം. സ്വന്തമായി അത് നാവ് കൊണ്ട് വായ കൊണ്ട് ഭക്ഷണമൊക്കെ കഴിക്കും. അപ്പോൾ ആ കുട്ടിക്ക് ബുദ്ധി നൽകാനും എന്ത് ചെയ്യുന്നു? നെയ്യും തേനും ആ കുട്ടിയെ കൊണ്ട് നക്കിക്കുക, കൂട്ടത്തിൽ കുറച്ച് സ്വർണവും. അതാണ് ഇവിടെ പറയുന്നത്. മന്ത്രവത് പ്രാശനം ചാസ്യ ഹിരണ്യ മധുസർപ്പിഷാം. എങ്ങനെയെങ്കിലും ആ കുട്ടിയെ കൊണ്ട് നെയ്യും തേനും ആ കുട്ടി ഇഷ്ടപ്പെടുന്നതാണ്, കൂട്ടത്തിൽ സ്വർണവും. എങ്ങനെയെങ്കിലും ഒന്ന് നക്കട്ടെ. അപ്പോൾ ആ കുട്ടിക്ക് നല്ല ബുദ്ധിയും നല്ല. എന്നിട്ട് ഭൂർഭുവസ്സുവഹ ജപിക്കുക. ഭൂഹു ഭുവഹ സുവഹ. എന്താ അതിനർത്ഥം? 3 ലോകങ്ങളാണ്. ഭൂലോകം, ഭുവർലോകം, സുവർലോകം. ഭൂലോകമാണപ്പോൾ ഇത്. സുവർലോകം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാതെ ഉയരത്തിലുള്ളത് സ്വർഗം, വിൺ ലോകം. ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലുള്ള ഇൻ്റർമീഡിയറ്റ് സ്പേസ്. ഇതല്ലേ ഒരു കുട്ടിയെ സ്വാധീനിക്കാൻ പോണത്? അതിൻ്റെ ഉള്ളിലല്ലേ ഒരു കുട്ടി കിടന്ന് വളരുന്നത്? അപ്പോൾ ഈ 3 ശബ്ദം ഉച്ചരിക്കുന്നത് മൂലം ഈ അന്തരീക്ഷത്തിന് മുഴുവനും അനുകൂലമായി രൂപാന്തരപ്പെടുത്തുന്നു. നല്ലത് പ്രവേശിക്കട്ടെ, നല്ലത് പ്രവേശിക്കട്ടെ. ഈ ഒരു കർമ്മമാണ് നടത്തുന്നത്. ആയുഷ്യം എന്ന് പറഞ്ഞൊരു കർമ്മം ചെയ്യാറുണ്ട്. അത് വലത്തെ ചെവിയിൽ ദീർഘായുസ്സിന് വേണ്ടി ചില മന്ത്രങ്ങൾ ജപിക്കുമത്രേ. ജനിച്ച കുട്ടിക്ക് ഉടനെ നിങ്ങൾ കേൾക്കണം. ഗർഭാശയത്തിൽ നിന്ന് വന്നിരിക്കുക, വഴുവഴുപ്പൊക്കെ ഉണ്ടാവും. അതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന പ്രവൃത്തിയാണത്. പ്രസവസ്ഥലത്തെ ആദരിക്കുക. ആത്മബലത്തിന് വേണ്ടി കൂടുതൽ മന്ത്രമുച്ചരിച്ച് ആ കുട്ടിയുടെ ചെവിയിൽ കേൾപ്പിക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പൊക്കിൾക്കൊടി മുറിച്ച് കുളിപ്പിച്ച് അമ്മയുടെ കയ്യിൽ ആ കുട്ടിക്ക് മുലയൂട്ടാൻ, പാലൂട്ടാൻ വേണ്ടി കൊടുക്കുക. അപ്പോൾ പാലുണ്ടോ ഇല്ലയോ എന്തെങ്കിലും ഒന്ന് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാണ്ടിരിക്കില്ല. അത് വളരെ വിശേഷമാണ് കുട്ടിക്ക് കൊടുക്കൽ. ചിലർ ഹോമം നടത്തി രഹസ്യമായ ഒരു പേരും കുട്ടിക്ക് കൊടുക്കും അത്രേ. ഇതൊക്കെയാണ് ജാതകർമ്മം വഴി നടക്കുന്നത്. ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ ജാതകർമ്മ നാമകരണം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസവിച്ചുടനെ അവിടെ ചെന്നിട്ട് ഇത് നടത്തുക ഒരു വിഷമായതുകൊണ്ടും ഒക്കെ എന്താണെന്നറിയില്ല. നമ്മുടെ മുതിർന്നവർ തീരുമാനിച്ചിരിക്കുന്നു അത് 12-ാം ദിവസം പേരിടുന്നതോടുകൂടി ജാതകർമ്മം നടത്തിയാൽ മതിയെന്ന്. അതല്ലാതെ നടത്താൻ ഒത്തിരി വിഷമൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അന്തരീക്ഷം അതുപോലെ ആയിന്ന് വരില്ല. അങ്ങനെയാണ് നടത്താറുള്ളത്. അപ്പോൾ ഇതെല്ലാം നടത്തി കഴിഞ്ഞു, എല്ലാ കുട്ടികൾക്കും ഇത് നടത്തുന്നുണ്ട് എന്ന് വന്നാൽ ആ കുട്ടികൾക്ക് വേദത്തോടു കൂടി ഒരു സംസർഗമായി, ബ്രാഹ്മണത്വമായി.
അതുകൊണ്ട് എല്ലാവർക്കും ആ ഗുണവിശേഷം ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ? താവത് ശൂദ്രസമോഹ്യേഷ യാവത് വേദേന ജായതേ തസ്മിന്നേവം മതിദ്വൈധേ മനുഃ സ്വയംഭുവോ അബ്രവീത്. മനു ആണല്ലോ നമുക്ക് എല്ലാ കാര്യവും നിശ്ചയിക്കാനുള്ള ആള്. മനുസ്മൃതി മനുസ്മൃതി എന്ന് പറയും. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ ഒന്നാണ്. അപ്പോൾ ആ മനു പറഞ്ഞിരിക്കുകയാണ്, താവത് ശൂദ്രസമോഹ്യേഷ യാവത് വേദേന ജായതേ. ആര് ജനിച്ചാലും എവിടെ ജനിച്ചാലും ആ ജനനം ഒരു പ്രശ്നമേ അല്ല. അതിനെ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. ജനിച്ചത് മുതൽക്ക് ആ കുട്ടി വളരുമ്പോൾ, ആ വളർന്നു വരുമ്പോൾ ആ വേദാധ്യയനവും വേദത്തിലുള്ള പ്രതിപത്തിയും വേദകാര്യങ്ങൾ പഠിക്കാനും അതിനനുസരിച്ച് നീങ്ങാനുമൊക്കെ ആ പ്രവേശം കിട്ടുന്നത് വരെ ആ ആളെ ശൂദ്രനായിട്ടേ കണക്കാക്കാൻ പറ്റുള്ളൂ. താവത് ശൂദ്രസമോഹ്യേഷ. ആരെവിടെ എവിടെ ജനിച്ചാലും ശൂദ്രനാണ്. ബ്രാഹ്മണനാവുന്നത് എപ്പോഴാണ്? വേദസംസ്കാരവും വേദപ്രതിപത്തിയും വേദാനുഷ്ഠാനവും വേണമെന്ന്. ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമേ സ്ഥാനമില്ല. ഇതാണ് മനു പറയുന്നത്. കൃതകൃത്യാഹ പുനർവർണ്ണ യതി വൃത്തം ന വിദ്യതേ സങ്കരസ്തു അത്ര നാഗേന്ദ്ര ബലവാൻ പ്രസമീക്ഷിത. ഒരു കുട്ടിയെ ഈ ബ്രാഹ്മണത്വം കൈവരാൻ വേണ്ടി നല്ല ജാതകർമ്മവും നാമകരണവും ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ നടത്തി അവനെ വേദം പഠിപ്പിക്കാനും നോക്കി എല്ലാ അനുഷ്ഠാനങ്ങളും കൊടുത്തിട്ടും ആ കുട്ടി വേണ്ടതുപോലെ ആ സംസ്കാരം ഉൾക്കൊണ്ടില്ല എന്ന് വരട്ടെ. സങ്കരസ്ത്വത്ര നാഗേന്ദ്ര ബലവാൻ പ്രസമീക്ഷിത. ഒറ്റ തീരുമാനമേ നമുക്ക് എടുക്കാനുള്ളൂ. ആ ജന്മത്തിൽ സങ്കരം കലർപ്പ് സംഭവിച്ചിട്ടുണ്ട് എന്ന്. നമ്മുടെ പരിശ്രമം ബാഹ്യമാണ്. ജനിച്ച കുട്ടിയെ നമ്മൾ പഠിപ്പിക്കാൻ നോക്കുകയാണ്. നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടി പഠിക്കണ്ടേ? അത് ഏറ്റുമേടിക്കണമല്ലോ. ഇപ്പോൾ സ്കൂളുകളിൽ 40-50 കുട്ടികൾ ചെന്ന് ഒരേ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപകന്മാരുടെ കീഴിൽ പഠിക്കുന്നു. എല്ലാവർക്കും അവർ ഒരുപോലെ പറഞ്ഞു കൊടുക്കണം. എന്നാൽ എല്ലാ കുട്ടികളും ഒരുപോലെ അത് കൈക്കൊള്ളുന്നുണ്ടോ ഉൾക്കൊള്ളുന്നുണ്ടോ ഇല്ല. അപ്പോൾ കുട്ടികൾക്ക് സ്വന്തമായ ഒരു നില അതിലുണ്ടപ്പാ. പഠിപ്പിക്കുന്ന അധ്യാപകൻ തുല്യമായി പൊതുവെ എല്ലാവരെയും ഒരുപോലെ പഠിപ്പിച്ചാലും അത് കേട്ട് പഠിക്കുന്നവരിൽ വ്യത്യാസമുണ്ടല്ലോ. ആ വ്യത്യാസത്തിന് നമുക്ക് എങ്ങനെ ഇല്ലാതെയാക്കാൻ പറ്റും? അപ്പം ആരെങ്ങനെയെന്ന് ജന്മം കൊണ്ട് നിശ്ചയിക്കുക സാധ്യമല്ല. പ്രായോഗികമായി നോക്കുമ്പോൾ വേദസംസ്കാരവും ബ്രാഹ്മണത്വവും അവരുടെ വളർച്ചയിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും കണ്ടു, ശീലങ്ങളിലും ഗുണങ്ങളിലും കണ്ടു എന്നുണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന്. പ്രയത്നം നമുക്ക് ചെയ്യാം. ആ പ്രയത്നം ഫലിച്ചില്ലെങ്കിലോ? എത്രേതാനീം മഹാസർപ്പ സംസ്കൃതം വൃത്തിമിഷ്യതേ തം ബ്രാഹ്മണമഹം പൂർവം ഉക്തവാൻ ഭുജഗോത്തമ. അതുകൊണ്ട് യുധിഷ്ഠിരൻ സമാപിപ്പിച്ച് പറയുകയാണ്, എത്ര ഇതാനീം മഹാസർപ്പ സംസ്കൃതം വൃത്തമിഷ്യതേ. ഈ കാര്യത്തിൽ സർപ്പരാജൻ എനിക്ക് പറയാനുള്ളത്, സംസ്കൃതം വൃത്തമിഷ്യതേ. ഒരുവൻ്റെ പെരുമാറ്റത്തിലും ആചരണത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ സംസാരം, പെരുമാറ്റം, വൃത്തി, വെടുപ്പ്, മനസ്സിലുള്ള ചിന്ത നമുക്ക് കാണാൻ പറ്റില്ല. ആ ചിന്തയാണ് പുറത്തു വരുന്നത് സംസാര രൂപത്തിൽ. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അവൻ സംസ്കാരസമ്പന്നനാണെങ്കിൽ ആ ആളെ തം ബ്രാഹ്മണമഹം പൂർവം ഉക്തവാൻ ഭുജഗോത്തമ. അല്ലേ ഭുജഗോത്തമ, സർപ്പോത്തമ, ആ ആൾ ബ്രാഹ്മണനാണെന്ന് ഞാൻ മുൻപേ പറയുണ്ടായി. അത് തന്നെയാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. ഇത് മനു അടക്കം എല്ലാവരും സമ്മതിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങയുടെ ചോദ്യം എന്താ? ആരാണ് ബ്രാഹ്മണൻ, എന്താണ് വേദ്യം എന്ന്. വേദ്യത്തിനെ പറ്റി ഞാൻ പറഞ്ഞു, സുഖദുഃഖത്തിന് അതീതമായിട്ടുള്ള ആ വിടവാണെന്ന്. ഇനി ആരാണ് ബ്രാഹ്മണൻ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് പറയാനുള്ളത്. ബ്രാഹ്മണത്വം ഒരുവൻ്റെ ഗുണശീലങ്ങളിലും പ്രവൃത്തികളിലുമാണ് കാണേണ്ടത്. നഹുഷന് തൃപ്തിയായി, അത്രേ സന്തോഷമായി. സ്വാമിജി, ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ പ്രസക്തി ഉണ്ടോ ഈ ചാതുർവർണ്ണ്യത്തിന് എന്ന് നിങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യമേ നിങ്ങൾക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. പുരുഷ സ്ത്രീ എന്ന് പറയുന്ന 2 വിഭാഗം ഉണ്ടല്ലോ, അതിന് പ്രസക്തിയുണ്ടോ? ബ്ലഡ് 4 ഗ്രൂപ്പാണല്ലോ, അതിന് പ്രസക്തിയുണ്ടോ? മനുഷ്യരിൽ പല വിധത്തിലുള്ള വാസനാബലങ്ങളില്ലേ, അതിന് പ്രസക്തിയുണ്ടോ? അതുപോലെ ഈ വിഭജനത്തിനും പ്രസക്തിയുണ്ട്. നമ്മൾ ഈ പറയുന്ന വിഭജനം വെറും 4 എണ്ണമാണ്.
അത് ജാതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല എന്ന് വ്യക്തമായി യുധിഷ്ഠിരൻ പറഞ്ഞിട്ടുണ്ട്. നഹുഷന് തൃപ്തിയായി, സന്തോഷമായി. എന്നാൽ നമ്മൾ പ്രായോഗികമായി ഇവിടെ കാണുന്നത് എങ്ങനെയാണ്? ഈ 4 വർണ്ണമാണോ നമ്മൾ പറയുന്നത്? വർണ്ണവും ജാതിയും ഒന്നാക്കി തീർത്തു നമ്മൾ. ജാതി എന്ന് പറഞ്ഞാൽ ജന്മത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിഭജനമാണ്. വർണ്ണം എന്ന് പറഞ്ഞാലോ സ്വഭാവത്തിനെയും കർമ്മത്തെയും ശീലം, ഗുണവിശേഷങ്ങൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ റിസർച്ച് ചെയ്യാനായിട്ട് കുട്ടികളെ ക്ഷണിച്ചു. ആരെയാണ് ക്ഷണിക്കുക? റിസർച്ച് എന്ന് പറയുന്ന വാസനാബലമുള്ള കുട്ടികളെയാണ് ക്ഷണിക്കുക. പാട്ട് ക്ലാസ്സിലേക്ക് വിളിക്കുകയാണെങ്കിലോ പാട്ടിന് കിലോവിന് എന്താ വില എന്ന് ചോദിക്കുന്നവരെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? പാട്ടിൽ താല്പര്യമുള്ളവർ, വാസനാബലമുള്ളവർ. അതേപോലെയാണത്. ചതുർണാമേവ വർണ്ണാനാം ധർമ്മോ നാന്യസ്യ വിദ്യതേ വർണ്ണാനാം ധർമ്മഹീനേഷു സംഖ്യാ നാസ്തീഹ കസ്യചിത്. വർണ്ണം എന്ന് പറയുന്നത് വെറും 4 എണ്ണമാണ്. ആ 4 എണ്ണത്തിൻ്റെ കാര്യം നമ്മളിവിടെ പറയുന്നുള്ളൂ. അതെങ്ങനെ? സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളെപ്പറ്റി വ്യക്തമായി പറഞ്ഞുവല്ലോ. അതേമാതിരി ആ 3 ഗുണങ്ങൾ മനുഷ്യരിൽ വളർത്തി തീർക്കുന്ന സ്ഥിരമായ വാസനാവിശേഷത്തെയും കർമ്മവിശേഷത്തെയുമാണ് ചാതുർവർണ്ണ്യം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതിൽ ഒരാൾ മേലെ ഒരാൾ താഴെ എന്നില്ല. നമ്മുടെ ശരീരമുണ്ടല്ലോ, നമ്മുടെ ശരീരത്തിൽ കാലും കാലടിയുമാണ് നമ്മളെ ഭൂമിയോട് കൂടി ബന്ധപ്പെടുത്തി നിർത്തുന്നത്. അപ്പം കാലിൻ്റെ അടിയിലുള്ള തൊലി, കാലിൻ്റെ ഘടന, ഇത് മുഴുവനും നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ എടുത്ത് ബാലൻസോട് കൂടി നിൽക്കാൻ പറ്റിയതാണ്. 5 വിരലുണ്ട്, കാലിനൊരു പടമുണ്ട്, കുതികാലുണ്ട്, ഒരു കാവടി പോലെ ഒരു പൊന്തലുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഈ കാല് ഉള്ളത്. ആ ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ എടുക്കണം. ചിലർ 100 കിലോ 150 കിലോ ഒക്കെ ഉണ്ടാവും. ആ ഭാരം മുഴുവൻ ഈ കാലടി എടുക്കണമല്ലോ. അപ്പം കാലിനൊരു സ്ഥാനം. ഇതെല്ലാം മസ്തിഷ്കത്തിൽ ചെന്ന് പ്രതികരിച്ച് വരുന്നതാണ് നമ്മുടെ സിഗ്നൽസ് മുഴുവൻ. തലയൊരു സ്ഥലം. അത് കഴിഞ്ഞാൽ ഇതിന് രക്തവും കാറ്റും കൊടുക്കാനുള്ളത് മാറിടം, ഭക്ഷണം കഴിക്കാനുള്ളത് വയറ്, കാലിൻ്റെ തൊട്ട് മുകളിൽ തൊട. ഇതെല്ലാം കൂടിയതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഘടന. ആ ഘടനയെപ്പോലെ ഒരു ഘടനയാണ് മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ചാതുർവർണ്ണ്യം. ഇത് 4 എണ്ണം. വർണ്ണാനാം ധർമ്മഹീനേഷു സംഖ്യ നാസ്തീഹ കസ്യചിത്. ഈ വർണ്ണങ്ങളിൽ കാണപ്പെടുന്ന ധർമ്മത്തെപ്പറ്റി നമുക്ക് പ്രതിപാദിക്കാം. എന്നാൽ ഈ ധർമ്മഹീനന്മാരായിട്ടുള്ളവരുടെ വർണ്ണത്തിൽ ഈ 4 വകുപ്പിൽ ജനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെ ധർമ്മങ്ങളൊന്നുമില്ല. അതിൻ്റെ കൃത്യം കണക്ക് എത്രയാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എത്രയുണ്ടെന്ന് പറയാൻ പറ്റില്ല എന്ന്. വർണ്ണജാതന്മാരൊക്കെ ധർമ്മശീലരാണെന്ന് പറയാൻ പറ്റില്ല. 4 വർണ്ണങ്ങളിലും ജനിച്ചു, അവർക്കൊക്കെ അതിനനുസരിച്ച് ധർമ്മശീലമുണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ധർമ്മഹീനന്മാരിൽ നല്ല ഒരു സംഖ്യ, നല്ല ഒരു ശതമാനം വർണ്ണത്തിൽ പെട്ടുന്നതാണ്. കൃത്യം ഒരു ചാൾക്കും പറയാൻ പറ്റില്ല. ഈ വർണ്ണം എത്രയുണ്ട്? 4 ഉള്ളൂ. എന്നാൽ നമ്മുടെ ജാതിയോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ ഞാൻ പറയണത്? നമ്മുടെ ഭാരതത്തിലുള്ള ജാതികൾ എത്രയാ? 3000 ജാതികൾ, 25,000 ഉപജാതികൾ. അപ്പോൾ ഈ ജാതിക്കും വർണ്ണത്തിനും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇവിടെ ഇപ്പം നടക്കുന്ന വഴക്കും വെക്കാണോ ഒക്കെ എന്താ? ജാതിയെ പറ്റിയിട്ടാണ്. എന്നാൽ ഇവർ ജാതി എടുത്തു കളയാൻ തയ്യാറുണ്ടോ? ഇല്ല. റിസർവേഷൻ കിട്ടണം. അപ്പോൾ അവർക്ക് ജാതി വേണം. ജാതി വിട്ടുകളയാൻ ആരും ഇവിടെ തയ്യാറില്ല. അതിൽ ഉയർന്ന ജാതിക്കാർക്ക് കൊടുക്കരുത്, താണ ജാതിക്കാർക്ക് കൊടുക്കണം. ഞങ്ങളെ താണത്. ഇപ്പം എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടുന്നത്? പട്ടേലുകാരും തുടങ്ങി, അവരും തുടങ്ങി, ജാട്ടും തുടങ്ങി, എല്ലാവരും തുടങ്ങി ഞങ്ങൾക്കും വേണം റിസർവേഷൻ. അപ്പോൾ രാജ്യത്തിൽ നിന്ന് എക്കണോമിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ താണവരാണെന്ന് പറയാൻ വരെ മനുഷ്യർ തയ്യാറാണ്. അപ്പോൾ ആരും ജാതി വിട്ടുകളയാൻ ഒരുക്കമില്ല. ഈ ജാതി ശരിയാണോ? എല്ലാവരും ജനിച്ചത് മനുഷ്യരായിട്ടാണ്. ആ മനുഷ്യജാതിയിലാണ് ഈ 4 വർണ്ണങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ തരംതിരിക്കാൻ നോക്കുന്നത്. അതുപോലെയല്ല ഇവിടെ ജാതിയുടെ വിഭജനം. 25,000 ഉപജാതികൾ എന്ന് പറഞ്ഞാൽ എത്രയായി? ഇത് ഇനി ഇങ്ങനെ ഇതേമാതിരി തുടരും. ഈ ജാതികൾ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാലോ അതും വളരെ വിശേഷപ്പെട്ടതാണ്. ഈ വർണ്ണം പ്രകൃതി രചിച്ചതാണെന്നുള്ളത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. അത് മനുഷ്യകൃതമല്ല. ജാതി എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മനുഷ്യകൃതമാണെന്ന് തന്നെ പറയേണ്ടി വരും.
ജന്മനാ ലഭിക്കുന്നതാണ് നമുക്ക് ജാതി. ഈ ആശ്രമങ്ങൾ നമ്മൾ ചിട്ടപ്പെടുത്തിയതാ. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അതിൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് 4 പുരുഷാർത്ഥങ്ങൾ, ലക്ഷ്യങ്ങൾ. അതൊക്കെ നമ്മൾ രൂപപ്പെടുത്തി സംസ്കാര രൂപത്തിൽ പഠിപ്പ് പോലെ. ഇപ്പോൾ ഫിസിക്സ് എന്നൊരു സബ്ജക്റ്റ് നമ്മൾ ഉണ്ടാക്കിയതല്ലേ, മാത്തമാറ്റിക്സോ അറ്റോമിക് സയൻസോ അതൊക്കെ നമ്മൾ രൂപപ്പെടുത്തി ഉണ്ടാക്കിയതാണ്. അതേപോലെ നമ്മൾ രൂപപ്പെടുത്തി ഉണ്ടാക്കിയതാണ് ഈ ആശ്രമങ്ങളും ധർമാർത്ഥ കാമമോക്ഷങ്ങളും. പക്ഷേ വർണ്ണം നമ്മൾ ഉണ്ടാക്കിയതല്ല. ഈ ജാതി എങ്ങനെയാണ് അവിടെ ഇത്ര അധികം ജാതിയും ഉപജാതിയും ഉണ്ടായത്? ഓരോരുത്തർ ചെയ്യുന്ന തൊഴിലിനെ അടിസ്ഥാനമാക്കി ഓരോ ജാതി പേരങ്ങോട്ട് കൊടുത്തു, ഇല്ലെങ്കിൽ ഒരെണ്ണം ഉണ്ടാക്കി. നമ്മുടെ പഴയ റെക്കോർഡ് എടുത്ത് നോക്കിയാൽ കാണാം. ഞാനിത് മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിക്കുകയുണ്ടായി. ആ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയെയും ഇന്ത്യക്കാരെയും ഒക്കെ പരിശോധിച്ചു. എന്നിട്ട് അവർ പലരും എഴുതിയിട്ടുള്ളതാണ് എന്ത്, ഇവിടെയുള്ള ചില കൂട്ടരുണ്ടല്ലോ, കുറേ സംസ്കാരവും എന്താ പറയുക അങ്ങനെയൊക്കെയുള്ള കൂട്ടര്, അവരെ പോലെ ഒരു കൂട്ടരെ ലോകത്ത് തന്നെ കണ്ടിട്ടില്ല എന്ന്. അവർ നുണ പറയില്ല. ഒരു വാക്ക് പറഞ്ഞാൽ ആ പറഞ്ഞ വാക്കിനെ സഫലമാക്കും ഇവർ. അതിനു വേണ്ടി എന്തും ചെയ്യും. അങ്ങേ അറ്റം വിശ്വസിക്കാം. ജോലി ചെയ്യുകയാണെങ്കിൽ വളരെ വ്യഗ്രതയോടുകൂടി സത്യസന്ധതയോടുകൂടി ചെയ്യും. ഇങ്ങനെയുള്ള ഒരു കൂട്ടരെ ലോകത്തിൽ തന്നെ കാണാൻ വിഷമാണെന്ന് ഇന്ത്യക്കാരെയൊക്കെ പറ്റി എഴുതിയിട്ടുണ്ട്. നമ്മുടെ ശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യുന്ന 4 വർണ്ണവും ഇവിടെ നിലനിൽക്കുന്ന ജാതികളുമായിട്ട് ഒരു ബന്ധവുമില്ല. അതൊരു ശാസ്ത്രീയ ചർച്ചയാണ്. മനുഷ്യൻ്റെ സ്വഭാവം, ഗുണകർമ്മങ്ങൾ, ശീലം, മൂല്യാത്മകത, ഇതൊക്കെ എത്ര തരത്തിലുണ്ട്, എന്തൊക്കെ ആവണം എന്നുള്ളത് ചർച്ച ചെയ്യുന്നതാണ് ഈ വർണ്ണ ചർച്ച. ജാതി എന്ന് പറയുന്നത് 10,000 കണക്കിനാണ് ഇവിടെ ജാതി. ഈ ജാതിയൊക്കെ എങ്ങനെ ഉണ്ടായി? അത് ഉണ്ടാവുന്നതിന് കാരണം ഓരോരുത്തർക്കും ഓരോ ജാതി പേര് പറഞ്ഞു. മിഡിൽട്ടൺ എന്ന് പറഞ്ഞ ഒരാൾ സൂപ്രണ്ടായി സെൻസസ് നടത്തുന്ന കാലത്ത് ഓരോരുത്തരോടും ചോദിച്ച് അവർക്ക് ജാതി പേര് പറയാനില്ലാത്തപ്പോൾ അവരുടെ തൊഴിലിനെ അടിസ്ഥാനമാക്കി ഒരു പേര് അവരങ്ങോട്ട് കൊടുത്തുന്ന്. ഇത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, ജനങ്ങൾക്കതിൽ എതിർപ്പുണ്ട്. പക്ഷേ നമ്മളത് വേണ്ടതുപോലെ ബ്രിട്ടീഷുകാർക്ക് എഴുതുകയാണ്. നമ്മളത് വേണ്ടതുപോലെ ഉപയോഗിക്കുന്ന പക്ഷം ഈ ജാതി വ്യത്യാസങ്ങൾ നിലനിർത്തിയാൽ മനുഷ്യർ തമ്മിൽ അടുക്കാനും ഐകമത്യം വരാനും തടസ്സമായി തീരും. അത് നമുക്കവരെ ഭരിക്കാനും അവരെ നമ്മൾ അടിമയായി വയ്ക്കാനും സഹായിക്കും എന്ന് പറഞ്ഞ് മിഡിൽട്ടൺ എഴുതിയെന്നാണ് പറയുന്നത്. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഇതേ ജാതി നമ്മൾ എന്തിനും ഇവിടെ നിലനിർത്തണമെന്നാണ് എൻ്റെ ചോദ്യം. എല്ലാവരും ജനിച്ചു എന്നുള്ളത് ശരിയാണ്. ജനിച്ചതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ഒരൊറ്റ ജാതിയാണ്. അവിടെ നിങ്ങൾ ഗുണങ്ങളും മൂല്യങ്ങളുമൊക്കെ സംസ്കാരങ്ങളൊക്കെ വളർത്തിയെടുത്തോളൂ. ഇന്നിപ്പോൾ ജനങ്ങൾക്ക് ഇന്ന ജാതി എന്ന് പറയാൻ അവരിഷ്ടപ്പെടുന്നു. എന്താ കാരണം? ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ. ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തേണ്ടതാണോ നമ്മുടെ സാംസ്കാരിക അപഗ്രഥനം? ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പം ചിലരൊക്കെ ദളിത്വാണെന്ന് പറയുന്നു, ഞങ്ങളെ താണജാതിക്കാരാണെന്ന് പറയണം. പറഞ്ഞാൽ ആനുകൂല്യം കിട്ടുന്ന 4 ആളത് പറഞ്ഞു പിടിപ്പിക്കാൻ പിരികേറ്റാൻ എല്ലാവരും അതിൽ കൂടിച്ചേർന്നു. അപ്പോൾ ജാതി നിലനിർത്താൻ ഇപ്പോഴും ഇവിടെയുള്ളവർക്ക് താല്പര്യമാണ്. പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാർക്ക് അതിൽ താല്പര്യമാണ്. ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ കാര്യത്തിൽ കാര്യമായ ഒരു പുനശ്ചിന്തനം ആവശ്യമാണ്. നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളെ നിലനിർത്തണോ? ബ്രിട്ടീഷുകാരോ നിലനിർത്തി നമ്മളെ അടിമകളാക്കി കുറേ കാലം ഭരിച്ചു. നമ്മളിപ്പോൾ സ്വതന്ത്രരാണ്. സ്വതന്ത്രമായിരിക്കുന്ന ഭാരതീയർ, ഇന്ത്യക്കാർ, ആ ബ്രിട്ടീഷുകാർ തൊടുത്തുവിട്ട ഈ ജാതി വിഭജനം ഇനിയും ഇവിടെ തുടരണമോ എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു റെക്കോർഡിൽ ഒരൊറ്റ ആളുടെ ജാതി കുറിക്കരുത്. ജാതിയുടെ ഒരു റെഫറൻസും പാടില്ല റെക്കോർഡിൽ. എല്ലാവരും ഇവിടെ ജനിച്ചു, ഇന്ത്യക്കാരാണ്, എല്ലാവർക്കും സമാവകാശം, സ്വാതന്ത്ര്യമുണ്ട്, തുല്യാവകാശമാണ്. അവിടെ നിൽക്കട്ടെ. അവിടുന്ന് അങ്ങോട്ട് വിദ്യാഭ്യാസത്തിലോ സമ്പദ്സ്ഥിതിയിലോ വ്യത്യാസമുണ്ടെങ്കിൽ അതിൽ കുറവായി നിൽക്കുന്നവർക്ക് എന്ത് ആനുകൂല്യം എപ്പോൾ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? വിദ്യാഭ്യാസത്തിൻ്റെയും സാമ്പത്തിക സ്ഥിതിയുടെയും ആ കുറവിൻ്റെ പേരിലായിരിക്കണം ആ ആനുകൂല്യം കൊടുക്കുന്നത്. അവിടെ ഒരു ജാതി, ഒരു മതം എന്നുള്ള പേരേ കൊണ്ടുവരാൻ പാടില്ല. വളരെ വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. ബ്രിട്ടീഷുകാർ ഈ തെറ്റ് ചെയ്തത് അവർക്ക് നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ടാണ്.
നമ്മളും അതേമാതിരിയുള്ള അടവ് കൊണ്ടു നടക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. ചെയ്താൽ അത് വലിയൊരു വിരോധമായിരിക്കും. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആ പ്രയത്നമുണ്ടായല്ലോ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ നടത്തിയ യജ്ഞം, അതിനെ ഹിംസിക്കുന്നതാണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസ ചിന്തകൾ. നിങ്ങളിതെല്ലാം നോക്കിയിട്ട് ശാസ്ത്രത്തിന് എന്തിനു കുറ്റം പറയണു? ഈ 4 വർണ്ണം 4 വർണ്ണം എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കുമുള്ളത് പറഞ്ഞല്ലോ. ഇതിൻ്റെ പേരിൽ ഒരു കാര്യം നിങ്ങൾ ആരും വിചാരിക്കരുത്. മനുഷ്യർക്ക് ആരായാലും ജീവിക്കുന്ന സമയത്ത്, ഒരു സമൂഹജീവിയായി ജീവിക്കുന്ന സമയത്ത് കൊണ്ടു നടത്തേണ്ടതായ അച്ചടക്കങ്ങളും മൂല്യങ്ങളുമുണ്ട്. ആ മൂല്യങ്ങൾ എല്ലാ വർണ്ണക്കാർക്കും തുല്യമാണെന്ന് വളരെ വ്യക്തമായി മനു പറഞ്ഞിട്ടുണ്ട്. അഹിംസ സത്യമസ്തേയം ശൗചം ആത്മവിനിഗ്രഹ ഏതത് സാമാസികം ധർമ്മം ചാതുർവർണ്ണ്യേ അബ്രവീൻ മനു. അഹിംസ സത്യം അസ്തേയം ശൗചം ആത്മവിനിഗ്രഹ, ഈ 5 എണ്ണം ഉണ്ടല്ലോ, ഇത് എല്ലാവരും ഒരുപോലെ അനുഷ്ഠിക്കേണ്ടതും അനുവർത്തിക്കേണ്ടതുമാണ്. ഇത് അഹിംസ. അഹിംസ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന സ്വഭാവമാണ് ഹിംസ. ആ ഉപദ്രവം ഇല്ലാതെയാക്കിയാൽ അഹിംസയായി. അസ്തേയം, മറ്റുള്ളവൻ്റെ മുതൽ അപഹരിക്കുക, ആ ആളുടെ സമ്മതമില്ലാതെ എടുക്കുക, കൈപ്പറ്റുക. സത്യം, ഉള്ളത് ഉള്ള പോലെ പറയുക, ഉള്ളതുപോലെ ചെയ്യുക. ശൗചം, വളരെ വൃത്തിയോടും വെടുപ്പോടും കൂടിയിരിക്കുക, പുറത്തും അകത്തും ദേഹത്തിലും ഉള്ളിലും. ആത്മവിനിഗ്രഹ, തൻ്റെ ശരീരത്തിലും കയ്യിലും കാലിലും മനസ്സിലുമെല്ലാം നമുക്ക് നല്ല നിയന്ത്രണം വേണം. നമ്മുടെ നിയന്ത്രണം വിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളോ മനസ്സോ ബുദ്ധിയോ വായോ പ്രവർത്തിക്കരുത്. ഇത് 4 എണ്ണമാണ് സാധാരണയായി എല്ലാ വർണ്ണങ്ങൾക്കും വേണ്ട ധർമ്മം. ഇത് എല്ലാം ഒതുങ്ങിയില്ലപ്പോൾ ഇവിടെ എവിടെയാണ് വ്യത്യാസം? ബ്രാഹ്മണനായതുകൊണ്ട് ഇതൊക്കെ വേണ്ടാന്ന് പറയാൻ പറ്റുമോ? ഇനി ശൂദ്രനായതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാകാൻ പറ്റുമോ? എല്ലാവർക്കും നല്ല അച്ചടക്കം വേണം, നിയന്ത്രണം വേണം, വൃത്തി വേണം, വെടുപ്പ് വേണം, നല്ല പവിത്രത വേണം. ഇതൊരാവശ്യമാണ്. അതിലൊരു കുറവും ഒരാൾക്കും ഇല്ല. ഇപ്പോൾ 4 വർണ്ണം 4 വർണ്ണം എന്ന് പറഞ്ഞല്ലോ. ആ 4 വർണ്ണം, ഓരോ വർണ്ണത്തിൻ്റെയും ലക്ഷണങ്ങളോ സ്വഭാവവിശേഷങ്ങളോ എന്താണെന്ന് വളരെ വ്യക്തമായി പറയുന്നു കൃഷ്ണൻ. അപ്പോഴേ ഈ ചർച്ച അന്വർത്ഥമാവുള്ളൂ. ശമോദമസ്തപശൗചം ക്ഷാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ശമോദമസ്തപശൗചം ക്ഷാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. നോക്കൂ, ആരെയാണ് ഈ ബ്രാഹ്മണൻ എന്ന് പറയുക? കുട്ടി മുതിരുന്നതോടുകൂടി ആ കുട്ടിക്ക് ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവണം. ഏതെല്ലാം ലക്ഷണങ്ങളാണ്? ശമോദമസ്തപശൗചം ക്ഷാന്തി ആർജവമേവ ച ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം. 9 കൂട്ടം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ശമം എന്ന് പറഞ്ഞാൽ എന്താ? ശമം കൊണ്ടേ മനസ്സ് ശാന്തമാവും. മനസ്സിനെ ശാന്തമാക്കി നിർത്തുന്നത് ശമശീലമാണ്. എന്താണ് ഈ ശമം എന്ന് ചോദിച്ചാൽ, ആഗ്രഹങ്ങൾ പുലർത്താതെ ഇരിക്കുക. ആഗ്രഹങ്ങൾ വേരൂന്നി പിടിച്ച് ഇങ്ങനെ വലുതാവരുത്. നമുക്ക് ജീവിക്കണമെങ്കിൽ പ്രത്യേക ആഗ്രഹങ്ങളൊന്നും വേണ്ട. കുട്ടിക്ക് ഭക്ഷണം കൊടുത്താൽ ശരീരം വളരും, കളിക്കും, വ്യായാമങ്ങളായി. മുതിർന്നതോടുകൂടി ആ കുട്ടി ഈ കളിക്കുന്നതിൽ കാര്യത്തിലൊക്കെ കുറേശ്ശെ കൂട്ടിക്കൊണ്ടുവരും. 5 വയസ്സ് 6 വയസ്സാകുമ്പോഴേക്കും ആ കുട്ടിയെ എഴുത്തിനൊക്കെ വെച്ച് പഠിപ്പിക്കാൻ തുടങ്ങുക. അപ്പം മനസ്സിനും ബുദ്ധിയും അത് രൂപപ്പെടാനുള്ള ആ ഇൻപുട്സായി, ഉൾവരവായി. ഇങ്ങനെ ശരീരം വളരാൻ ഭക്ഷണവും വ്യായാമവും, മനസ്സും ബുദ്ധിയും വളരാൻ പഠിപ്പുമായാൽ ആ പ്രായപൂർത്തി വരുന്നത് വരെ നല്ല വളർച്ച ആ കുട്ടിക്ക് വന്നോളൂ. അങ്ങനെ വളരുന്ന സമയത്ത് ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട, കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നാൽ 10-21 വയസ്സാകുമ്പോഴേക്കും ആ കുട്ടിക്ക് തനതായ ചില യോഗ്യതകളും സാമർഥ്യങ്ങളും ഉണ്ടാവും. ആ സാമർഥ്യങ്ങൾ വിനിയോഗിച്ച് എന്ത് ജോലി സമാജത്തിന് ആവശ്യമുണ്ടോ ആ ജോലിക്ക് ആ കുട്ടിയെ എടുത്ത് അവന് പ്രവർത്തിച്ച് അവൻ്റെ തൊഴിൽ കൊണ്ട് നടത്തും. ഒരാഗ്രഹവും നമുക്ക് ആവശ്യമില്ല. അറിവിൻ്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾ എന്തു വേണമെങ്കിൽ ചെയ്തോളൂ. പഠിക്കുന്ന സമയത്ത് ഏത് വിഷയം പഠിക്കുന്നുവോ ആ വിഷയം നല്ല പോലെ ഗ്രഹിക്കണം, മനസ്സിലാക്കണം. അറിവിന് വേണ്ടി പഠിക്കുക,
പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല, അറിവിന് വേണ്ടി പഠിക്കുക. അപ്പോൾ പഠിക്കുമ്പോൾ ആ വിഷയം എന്താണെന്ന് മനസ്സിലാക്കണം, എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കണതെന്നും കൂടി അറിയണം. ഇപ്പോൾ കണക്കാണെങ്കിൽ എന്താണ് ഈ കണക്ക്, കണക്ക് കൊണ്ടുള്ള പ്രയോജനം എന്ത്? ഭൂമിശാസ്ത്രമാണെങ്കിൽ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് അതുകൊണ്ടുള്ള വിഷമം? ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിനെ കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഒറ്റ മാഷന്മാരും ഇത് പഠിപ്പിച്ചു തന്നിട്ടില്ല. അവർ വരും 1, 2 അങ്ങോട്ട് തുടങ്ങും. ഇങ്ങനെ പഠിപ്പിക്കുന്നത് കണക്കാണപ്പാ. ഈ കണക്ക് എന്ന് പറയുന്നത് ഒരു വിഷയമാണ്. ആ കണക്ക് കൊണ്ട് എന്തൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഒന്ന് പ്രായോഗികമായി പറഞ്ഞു കൊടുത്താലോ ബുദ്ധിയുള്ളവർക്ക് പലർക്കും ഒരു പ്രവേശനമുണ്ടാവും. ഇപ്പം ഞാൻ ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറയാം. ഇവിടെ ചെന്നൈയിൽ നിന്ന് നടരാജൻ എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ നമ്മളൊരു ശിഷ്യനാണ് വരാറുള്ളത്. അപ്പം അദ്ദേഹം വളരെ വലിയ സയൻറ്റിസ്റ്റാണ്, PhD ഒക്കെയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് സ്ട്രക്ചറൽ ഡിസൈനാണ് പ്രധാനം എൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ എന്ത് കാര്യം കൊടുത്താലും അത് കണക്കാക്കി അദ്ദേഹം കാര്യങ്ങളൊക്കെ പറയും. ഇപ്പം നമുക്ക് ഒരു ഷെഡ് ഇടണമെന്നുണ്ടെങ്കിൽ, ഇരുമ്പ് കൊണ്ടിടേണ്ട ഷെഡാണെങ്കിൽ അതിന് എന്തൊക്കെ തരത്തിലുള്ള കാല് വേണം, കഴിക്കോല് വേണം, പട്ടിക വേണം എന്നൊക്കെ തൂക്കി നോക്കി പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ സ്പെഷ്യലൈസേഷൻ എന്തായിരുന്നു എന്നറിയോ സ്വാമിജി? ടവേഴ്സ്. ഈ ഇലക്ട്രിക്കൽ കേബിൾസൊക്കെ പോകുന്നുണ്ടല്ലോ, ആ കേബിൾസ് ഇങ്ങനെ ടവർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇരുമ്പിൻ്റെ ഓരോരോ സാധനങ്ങളെ ആംഗിൾസും പട്ടയും കിട്ടുകയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ എടുത്തു വയ്ക്കുന്നുണ്ടല്ലോ. അതിൽ അദ്ദേഹം പറയാണ്, ഓരോന്നിനും എത്ര ശക്തി വേണം. അപ്പോൾ കാറ്റിൻ്റെ സ്പീഡ് എത്രയുണ്ടാവും, ആ കാറ്റിൻ്റെ ശക്തി എത്രയുണ്ടാവും, ആ ശക്തി വരുന്ന സമയത്ത് ഈ ലൈനിലും ടവറിലും കൂടി അടിക്കുമ്പോൾ അത് വളയരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. അതിന് പറ്റിയ ഫൗണ്ടേഷൻ ഇട്ട് അതിങ്ങനെ ഒതുക്കി കൊണ്ടുവന്ന് അതിൻ്റെ ആ തൂക്കമില്ലേ, ഓരോരോ മെമ്പർ സാധനത്തിനുള്ള തൂക്കം, അത് എത്ര വേണമോ അത്രയേ കൊടുക്കാൻ പാടുള്ളൂ. അതിൽ ഒരു ടവറിൽ 25 കിലോ നമ്മൾ ലാഭിച്ചാൽ അവർക്ക് എന്ത് മെച്ചമായി എന്ന് ആലോചിക്കൂ. അപ്പം ഈ വിൻഡ് സ്പീഡിനെ താങ്ങി നിൽക്കാൻ പറ്റിയ തരത്തിൽ ആ സ്ട്രക്ചറിന് എത്ര സ്റ്റീലാണ് അതിന് വേണ്ടത്, ഓരോ മെമ്പറിനും എത്ര ആവാം, കൂടുതലില്ലാതെ ഇത് കണക്കാക്കി എടുക്കുക എന്നുള്ളതാണ് അവിടെ ചിട്ട. കണക്ക് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ മതിയോ? ഒരു ടവർ പണിയുന്ന സമയത്ത് ആ ടവർ പണിയുമ്പോൾ എങ്ങനത്തെ ഇരുമ്പ് കഷ്ണങ്ങൾ ഉപയോഗിക്കണം, അതിന് കനം എത്ര വേണം, വിസ്താരം എത്ര വേണം, ആംഗിൾ എത്ര വേണം, പട്ട എത്ര വേണം, എത്ര കുത്തു കൊടുക്കണം, എത്ര അകലത്ത് വേണം, എത്രയാണ് ഉയരം, ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? ഇത് പണിയുന്നതിന് മുമ്പ് ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് അത് വിളക്കി പിടിച്ച് സാധനങ്ങൾ ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി ഇറക്റ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ കണക്ക് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാത്ത സ്ഥലങ്ങളുണ്ടോ? കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കണക്ക് പഠിപ്പിച്ച് നോക്കൂ നിങ്ങൾ. ബുദ്ധിമാന്മാരാകും അവർ. ഇപ്പോൾ ഭൂമിശാസ്ത്രം, നമ്മൾ താമസിക്കുന്നത് ഭൂമിയിലാണ്. ആ ഭൂമി ഉരുണ്ടതാണെന്ന് നമ്മൾ വളരെ വൈകിട്ടാണ് കണ്ടുപിടിച്ചത്. ഈ ഭൂമി ഉരുണ്ട് ഇങ്ങനെ നിൽക്കണു, അതിൻ്റെ ഭാഗത്താണ് ഈ സമുദ്രം. അപ്പോൾ ഈ സമുദ്രം എങ്ങനെയാണ് നിൽക്കണത്? നോക്കിയാൽ പരന്നിട്ടെന്നാണ് തോന്നുക, പക്ഷേ പരന്നിട്ടല്ല. ആ ഭൂമിയുടെ സർഫസ് എത്രയുണ്ട്, ഉപരിതലം എത്രയുണ്ട്, ആ ഉപരിതലത്തിൽ പർവ്വതങ്ങളുണ്ടോ, പുഴകളുണ്ടോ, എന്തൊക്കെയാണ് അതിൻ്റെ ഘടന, ഉപ്പുജലം എവിടെയാണ്, ഉപ്പുജലം ഈ പുഴയിലേക്ക് വരാതെ ഇരിക്കണമെങ്കിൽ എന്ത് വേണം, ഇങ്ങനെ ഭൂമിയുടെ ശാസ്ത്രം മുഴുവൻ മനസ്സിലാക്കി അതിലെന്തൊക്കെ ജീവജാലങ്ങളുണ്ട്, മനുഷ്യർക്ക് എവിടെ താമസിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ട്, ഇത് മുഴുവനും ഗ്രഹിച്ചാലല്ലേ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് ഗ്രഹിക്കണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഗവേഷകർക്ക് മനസ്സിലാവണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നിൻ്റെയും പ്രസക്തി പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചാൽ മതി. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണ്ട, പരീക്ഷ തന്നെ വന്നോളും, അസലായിട്ട് എഴുതാനും സാധിക്കും. ഇപ്പോൾ പരീക്ഷയ്ക്ക് മാത്രം വേണ്ടി പഠിക്കുമ്പോൾ പരീക്ഷ മാത്രമേ മനസ്സിലുള്ളൂ, വിഷയം മനസ്സിലില്ല. അപ്പം അങ്ങനെ ഓരോ കുട്ടികളെയും പഠിപ്പിച്ചു കൊണ്ടുവന്നാൽ 10, 19, 21 പ്രായപൂർത്തിയാവുമ്പോഴേക്കും അവർക്ക് നല്ല യോഗ്യത വരും. ആശ ആവശ്യമില്ല, ആശയ്ക്കേ വേണ്ട. നിങ്ങൾക്ക് പറ്റിയ തൊഴിൽ എന്താണെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ. അതിലെന്താ ആശ? ഇതിലാണ് എനിക്ക് പ്രാവീണ്യമുണ്ടാവുക, ഇതാണ് എനിക്കിഷ്ടം. അപ്പോൾ ശമോ ദമസ്തപശൗചം. ശമം എന്ന് പറഞ്ഞാൽ ആഗ്രഹമില്ലായ, അത്യാർത്തിയില്ലായ, അപ്പോൾ മനസ്സിന് ശാന്തിയായി. ദമം എന്ന് പറഞ്ഞാലോ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കുറേ നിയന്ത്രണത്തിൽ നിർത്തുക. തിന്നുന്നതിൽ, കാണുന്നതിൽ, കേൾക്കുന്നതിൽ, രുചിക്കുന്നതിൽ എല്ലാറ്റിലും ഒരു മോഡറേഷൻ, ഒരു ക്രമീകരണം,
മിതത്വം നമുക്ക് ആവശ്യമാണ്. അതി സർവത്ര വർജ്യതേ എന്നാണ് നമ്മുടെ പ്രമാണം. ക്രമത്തിലധികം ഒന്നും നമ്മൾ ചെയ്യരുത്. തപസ്, ഇതിനെപ്പറ്റി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തപസ് എന്ന് പറയുന്ന ഘടകം എത്രത്തോളം ഉൾപ്പെടുത്തുന്നുവോ അത്രത്തോളമാണ് നമുക്ക് യോഗ്യത. നമ്മുടെ വ്യക്തിത്വത്തെ ശക്തിപ്പെടുത്തുന്നതും ധന്യമാക്കുന്നതുമാണ് തപസ്. ശൗചം, ഹൈജീൻ, വൃത്തി, വെടുപ്പ്. നമ്മുടെ കൈയുണ്ടല്ലോ, കഴുകിയിട്ടേ ഭക്ഷണം കഴിക്കാവൂ. കൈയും വായും കൂടി ഉമിനീരും കൂടി തൊട്ടാൽ കഴുകണം, തൊടുന്നതിന് മുമ്പ് കഴുകണം. ഏറ്റവും വൃത്തികെട്ടതാണ് നമ്മുടെ കൈ, വൃത്തികെട്ടതാണ് കാലും. പക്ഷേ കാലുകൊണ്ട് നമ്മളൊന്നും ചെയ്യാറില്ല, ചവിട്ടി നിൽക്കാറേ ഉള്ളൂ. കൈ കൊണ്ട് എല്ലാം ചെയ്യുമല്ലോ. നമ്മൾ വീട്ടിൽ പല സാധനങ്ങളും ഉപയോഗിക്കും, അത് തൊടുന്നതൊക്കെ അശുദ്ധിയുള്ളതാണ്. വാതിലെടുത്ത് നമ്മൾ അടയ്ക്കണു, ജനാല അടയ്ക്കണു, പലരും തൊട്ടുന്നതാണ്, അതിലൊക്കെ രോഗാണുക്കളുണ്ടാവും. അപ്പോൾ കൈ കഴുകി, ശരീരം കഴുകി, വൃത്തിയാക്കി, വെടുപ്പാക്കി, നല്ല വസ്ത്രം ധരിച്ച് അങ്ങനെ കൂടുക. ശൗചം ക്ഷാന്തി, നല്ല സഹനശക്തി നമ്മൾ വളർത്തിയെടുക്കണം. അതിനാണ് കുട്ടികളെ ചെറുപ്പം മുതൽക്ക് ഒരു സ്ഥലത്ത് ഇരുത്തി നാമം ജപിപ്പിക്കുന്നത്. അവർ ഇരിക്കാൻ പഠിക്കട്ടെ, ഒന്നും ചെയ്യാതെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇരിക്കട്ടെ. ആർജവമേവച, ആർജവം എന്ന് പറഞ്ഞാൽ എന്താ? നേരെ വാ നേരെ പോകുന്നുള്ള സ്വഭാവം. ജ്ഞാനം, അറിവ് സമ്പാദിക്കണം, അറിവ്. വിജ്ഞാനം, അധ്യാത്മമായിട്ടുള്ള അറിവ്. ആസ്തിക്യം, ഈശ്വരനിൽ വിശ്വസിക്കുക. നമ്മുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പഴമയിലും പൈതൃകത്തിലുമെല്ലാം നല്ല ആഭിമുഖ്യവും പ്രതിബദ്ധതയും വിശ്വാസവും ഒക്കെ വേണം. ഇതൊക്കെ ആയാൽ ബ്രഹ്മകർമ്മ സ്വഭാവജം. ഈ ബ്രാഹ്മണൻ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ 3 അക്ഷരമല്ലാതെ അന്തിമ സത്യമായ ബ്രഹ്മത്തെ അറിയാൻ പറ്റിയിട്ടുള്ള ഒരു വ്യക്തിവിശേഷമാണത്. അതുള്ളവർക്ക് സ്വാഭാവികമായി ഉണ്ടാകേണ്ടതും ഉള്ളതുമാണ് ഈ ഗുണവിശേഷങ്ങൾ. ശമോദമസ്തപശൗചം ക്ഷാന്തിരാർജവമേവച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. 42ാമത്തെ ശ്ലോകമാണിത് 18ാം അധ്യായത്തിൽ. ഈ ബ്രഹ്മകർമ്മം എന്ന് പറഞ്ഞതുപോലെ ഇനി ക്ഷത്രിയ സഹജമായ ധർമ്മവിശേഷങ്ങളോ ഗുണവിശേഷങ്ങളോ വാസനാബലങ്ങളോ എന്താണ്? കൃഷ്ണൻ പറയുന്നു, ശൗര്യം തേജോ ധൃതൃദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനമീശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മസ്വഭാവജം. ശൗര്യം തേജോ ധൃതൃദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനമീശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മസ്വഭാവജം. പെറുക്കി പെറുക്കി പറഞ്ഞിരിക്കുക. ശൗര്യം, ബ്രഹ്മസ്വഭാവത്തിന് എന്താ പറഞ്ഞേ? ശമോദമസ്തപശൗചം എന്നാ. ഒക്കെ ശാന്തമായിട്ടുള്ള ഇടപാടുകളാണ്. ശമം ആഗ്രഹിക്കരുത്, മനസ്സ് ശാന്തമാവണം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് വയ്ക്കണം. ഇവിടെ പറയണത് അതല്ല. ശൗര്യം, എടുത്ത കയ്യിന് ചാടണം എന്നാ പറയണേ. ശൗര്യം, നല്ല പരാക്രമം വേണം. ഒരു ക്ഷത്രിയൻ ഊച്ചാലിയായിട്ടിരുന്നിട്ട് കാര്യമില്ല. തൻ്റെ ദേഹം നല്ല ശക്തമാക്കി അതിനു വേണ്ട അഭ്യാസങ്ങളൊക്കെ എടുത്ത് കേമാക്കി ഭംഗിയായിട്ട് നിർത്തണം. ആരെ കണ്ടാലും എന്തു വേണമെങ്കിലും ചോദ്യം ചെയ്യാനും എടുത്തു ചാടാനും പറ്റണം. അതിനുള്ള പരാക്രമങ്ങളൊക്കെ വേണം, ശൗര്യം വേണം. തേജഹ, നല്ല ബലം വേണം. ധൃതി, ഇച്ഛാശക്തി, വിൽ പവർ എന്ന് പറയും അത്. ദാക്ഷ്യം, ദാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? സാമർഥ്യം. എന്ത് കാര്യം ചെയ്യാനും കുശലതയും തയ്യാറെടുപ്പും അതിൽ പ്രാവീണ്യവും വേണം. വല്ല വിധവുമല്ല ജോലി ചെയ്യേണ്ടത്, നല്ല വിധം ചെയ്യണം. അത് കണ്ടാൽ എല്ലാവർക്കും ആസ്വാദനം തോന്നണം. യുദ്ധേ ചാപ്യപലായനം, ഒരു യുദ്ധം വേണ്ടി വന്ന് അതിൽ പങ്കെടുക്കുമ്പോൾ പിന്നാക്കം ഓടുന്ന ചോദ്യമില്ല, മുമ്പാക്കം പോവുക. നമ്മുടെ ഉദ്ദേശം എന്താ? ശത്രുവിനെ ജയിക്കുക. അതിനാണ് പോണത്. അവിടെ ജയം ജയം എന്നൊരു ചോദ്യം പറ്റുള്ളൂ. ഒരു പക്ഷേ നമ്മൾക്ക് ജയിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ജയസമയത്ത് നമ്മളുണ്ടാവില്ല, പക്ഷെ നമ്മുടെ പിൻഗാമികളുണ്ടാവും. ആ ജയത്തിന് നമ്മളുടെ മരണം ഒരുപക്ഷെ അതിന് കാരണമാവും. അപ്പോൾ ഒരു കൂട്ടാളിയാണെന്നുള്ളൊരു തോന്നലും ചിന്തയും ആ മുന്നേറ്റവും വളരെ അത്യാവശ്യമാണ്. യുദ്ധത്തിൽ പേടിച്ച് ഓടിപ്പോവാൻ പറ്റില്ല. നമുക്ക് ഉത്തരന് ഒരു ഉദാഹരണമാണ് ഇതിനുള്ളത്. ദാനം ഈശ്വരഭാവശ്ച. ദാനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്ഷത്രിയൻ
എപ്പോഴും കൊടുക്കുന്നതാവണം അവൻ്റെ ശീലം, വാങ്ങുന്നതാവരുത്. ഇപ്പോൾ ഈശ്വരൻ എപ്പോഴെങ്കിലും നമ്മുടെ അടുത്ത് നിന്ന് വല്ലതും മേടിക്കുമോ? ഈശ്വരൻ നേരെ മറിച്ച് തന്നതാണ് നമ്മുടെ കയ്യിലുള്ളതെല്ലാം. നമ്മളിപ്പോൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹം തന്നെ തന്നതിൻ്റെ ഒരംശം അങ്ങോട്ട് മടക്കി കൊടുക്കുക. അതിൽ വല്ല അർത്ഥമുണ്ടോ? അദ്ദേഹത്തിന് ധാരാളം സ്വന്തമായിട്ട് ചമയാൻ പറ്റുമല്ലോ, ചമയ്ക്കാനും. അപ്പോൾ ആ ദാനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പഞ്ഞം അനുഭവിച്ച് കഴിയുന്നവനായൊരു ക്ഷത്രിയൻ. കൊടുക്കണം, കൊടുക്കാൻ സാധിക്കണം. ദാനം ഈശ്വരഭാവശ്ച. ഈശ്വരഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരൻ എങ്ങനെയോ ഒരു മഹാപ്രഭു, അതേമാതിരി ഒരു പ്രഭുത്വ പ്രതീതി ആ മനുഷ്യൻ്റെ ഉള്ളിൽ വേണം.